ക്രിക്ടോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ RCB SRHനെ വലിച്ചു കീറി ഒട്ടിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ അതിഗംഭീരമായി തുടങ്ങി ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. രണ്ട് ടീമിന്റെയും സൂപ്പർ താരങ്ങളില്ലാണ്ടാണ് ഇറങ്ങിയത്. RCBക്ക് വേണ്ടിയിട്ട് ജോഷ് ഹേസൽവുഡും മറുഭാഗത്ത് SRHന് വേണ്ടി പാറ്റ് കമ്മിൻസും കളിച്ചിട്ടില്ല. എന്നാൽ ഹേസൽവുഡ് ഇല്ലാത്ത RCBക്ക് ഒരു പ്രശ്നമേ ആയി തോന്നിയിരുന്നില്ല. എന്നാൽ പാറ്റ് കമ്മിൻസിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയുണ്ടായിരുന്നു. SRH അത് നമുക്ക് കൃത്യമായിട്ട് ബൗളിംഗ് ഒക്കെ കണ്ടതാണ്. ടോസ് കിട്ടിയിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബൗളിംഗ് ആണ് RCBയുടെ നഗരം രജത് പട്ടിദാർ തിരഞ്ഞെടുത്തത്. തുടക്കത്തിലെ SRHന് വിക്കറ്റുകൾ പോയി. ജേക്കബ് ഡഫി തന്റെ ഡെബ്യൂ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹം 4 ഓവറിൽ 22 റൺസിന് 3 വിക്കറ്റ് പിഴുതെടുത്തു. കൃത്യമായ ലൈനും ലെങ്തും വേരിയേഷനും ഒക്കെ വെച്ച് പന്തെറിഞ്ഞു. അദ്ദേഹത്തിന് ഒരു നെർവസ്നെസ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോകുന്ന രീതിയൊക്കെ നിങ്ങൾ നോക്കണം. ഷോർട്ട് ലെങ്ത് ഡെലിവറി എറിയുന്നു. അദ്ദേഹം മിഡ് വിക്കറ്റ് മുകളിൽ അടിക്കാൻ ശ്രമിക്കുന്നു. പന്ത് കുത്തനെ പൊതുന്ന് ക്യാച്ച് എടുക്കുന്നു ജിതേഷ് ശർമ്മ. ട്രാവിസ് ഹെഡ് ഔട്ട് ആയതോ സെയിം ലെങ്ത് ഡെലിവറി തവണ ഡീപ് ബാക്ക്വേർഡ് സ്കോറിലേക്ക് പുൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെയും ക്യാച്ച് ആവുന്നു. ഫിൽ സാൾട്ട് എടുക്കുന്നു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ 4 വരുന്നു. അക്രോസ് ദ ലൈൻ ബാറ്റ് വീശി മിഡ് വിക്കറ്റിലേക്ക് ക്യാച്ച് കൊടുക്കുന്നു. അങ്ങനെ 3 വിക്കറ്റ് 4 ഓവറാകുമ്പോഴത്തേക്ക് 23-3 എന്ന നിലയിലെത്തി. അവിടെ നിന്ന് ഹെൻറി ക്ലാസിനും ഇഷാൻ കിഷാനും ചേർന്ന് ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ഒരു ഗംഭീര കൂട്ടുകെട്ടായിരുന്നു. 13ാമത്തെ ഓവറിന്റെ തുടക്കത്തിലാണ് ക്ലാസിന് ഔട്ടാവുന്നത്. അപ്പോഴത്തേക്കും SRH 124 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ക്ലാസിന് ഔട്ടാവുന്നതിൽ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി മാറിയിട്ടുണ്ട്. റൊമാരിയോ ഷെപ്പേർഡിന്റെ പന്ത് അദ്ദേഹം അടിക്കുന്നു. ബൗണ്ടറി ലൈനിൽ ഫിൽ സാൾട്ട് ക്യാച്ച് എടുക്കുന്നു. പക്ഷെ ആ ക്യാച്ച് എടുക്കുന്ന സമയത്ത് സാൾട്ടിന്റെ ബാക്ക് സൈഡ് ബൗണ്ടറി കുഷൻ തട്ടുന്നുണ്ടെന്ന് എല്ലാവരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഇതാണെന്ന് നമുക്ക് അറിയില്ല. അത് ആ ക്ലാസ് ഔട്ട് സമയത്ത് നമ്മൾ കണ്ടില്ല. ആർഗ്യുമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പോയത് അമ്പയറായിട്ട്. പിന്നെ വന്ന സലീൽ അറോറ ഡെബ്യൂ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഒരു 6 ഒക്കെ അടിച്ചു. പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇഷാൻ കിഷാന്റെ കാര്യം എടുത്ത് പറയണം. ഇഷാൻ കിഷാൻ 38 പന്തിൽ 80 റൺസാണ് ഇഷാൻ കിഷാൻ അടിച്ചത്. ഒരു മിന്നുന്ന പ്രകടനം അടിച്ചു. കാരണം അവർ ഒപ്പം നിന്ന പ്ലേയേഴ്സ് ഒക്കെ പോകുമ്പോൾ ഇഷാൻ കിഷാൻ തന്റെ കപ്പാസിറ്റി എന്താണ്, കഴിവെന്താണെന്നൊക്കെ തെളിയിക്കുന്ന ഒരു മത്സരം നമ്മൾ കണ്ടു. പിന്നെ അനികേത് വർമ്മ ഒരു കമ്മിയോ കളിച്ചു. 18 പന്തിൽ 43 റൺസ്, 4 6 3 4കളും. അദ്ദേഹം നല്ല രീതിയിൽ കമ്മിയോ തന്നെ കളിച്ചിട്ടുണ്ട്. ഇഷാൻ കിഷാൻ ഔട്ടാവുന്ന രീതി, അതായത് ഒരു ലോ ഫുൾ ടോസ് ബോള് ബാക്ക്വേർഡ് പോയിന്റിലേക്ക് സ്ലൈസ് ചെയ്യുന്നു. ഫിൽ സാൾട്ടിൽ കിഡിലൻ ക്യാച്ച് നടപ്പില്ല. ഒരു സൂപ്പർ ക്യാച്ച് ആയിരുന്നത്, 1 ഹാൻഡഡ് ക്യാച്ച്. പിന്നെ ഇപ്പൊ ഹർഷ ദുബെ വന്നു. നമ്മുടെ ഹർഷൽ പട്ടേൽ, ജയദേവ് ഉണ്ണിക്കട്ട് ഇവർക്കൊന്നും വലിയ സംഭാവന ചെയ്യാൻ സാധിച്ചു. അങ്ങനെ 20 ഓവറിൽ 201 എന്ന നിലയിൽ. മറുഭാഗത്ത് RCBക്ക് വേണ്ടി ഫിൽ സാൾട്ടും കോഹ്ലിയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. എന്നാൽ ഫിൽ സാൾട്ടിന് തുടക്കത്തിലേ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ദേവദത്ത് പടിക്കൽ നമ്പർ 3 ഇറങ്ങി. അവിടെ നിന്ന് ഇടിയുടെ വെടിയുടെ പൂരം അടിച്ചങ്ങൾ പൊട്ടിച്ച് SRHന്റെ ബോളേഴ്സിനൊക്കെ 4 ഭാഗത്തേക്ക് ഓടി. അടി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചു. അപ്പോൾ കളിക്ക് ശേഷം കോഹ്ലി പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? കോഹ്ലി പറഞ്ഞു പവർ പ്ലേയിൽ മാക്സിമം റൺസ് കിട്ടണം, അതിനുവേണ്ടി ഞാൻ അറ്റാക്കിംഗ് ഇന്റൻഷനോടെ കളിയെ കളിക്കാൻ വന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പടിക്കൽ തന്നെ ഏറ്റെടുത്തപ്പോൾ കോഹ്ലിക്ക് ആങ്കറിംഗ് റോൾ ചെയ്യേണ്ടേ വന്നിട്ടുള്ളൂ. പിന്നെ പവർ പ്ലേ കഴിഞ്ഞതൊരു കോഹ്ലി കൂടി ആക്സിലേറ്റ് ചെയ്തു. കോഹ്ലി ഈ കളിയിൽ 3 റെക്കോർഡുകൾ എടുത്തിട്ടുണ്ട്. അതായത് IPL ആദ്യമായിട്ട് ഒരു പ്ലെയർ റൺ ചേസിൽ 4000 റൺസ് തികയ്ക്കുന്നു. ഇതുകൊണ്ടാണ് ഇയാളെ ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഓൾ ടൈം T20 റൺ ഗേറ്ററിൽ 6ാം സ്ഥാനത്തേക്ക് വന്നു. പാകിസ്ഥാൻ ലെജൻഡ് ഷോയിബ് മാലിക്കിനെ മറികടന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കോഹ്ലി ഉണ്ടല്ലോ, ഇഷാൻ മലിംഗക്ക് നേരെ അടിച്ചടിയില്ലേ, ആ ഒരു സ്ട്രേറ്റ് ലോങ് ഓഫിന് മുകളിൽ അടിച്ച് ആ ഒരൊറ്റ ഷോട്ടും അദ്ദേഹത്തിന്റെ ക്ലാസ് എവിടെയും പോയിട്ടില്ല അത് തെളിയിക്കാൻ. അപ്പോൾ കോഹ്ലിയും പടിക്കലും കൂടി ചേർന്ന് തന്നെ കളി അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളത് SRHന്റെ ബൗളിംഗ് വളരെയധികം ദയനീയാവസ്ഥയായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ പാറ്റ് കമ്മിൻസ് ഇല്ലാതിരിക്കും. അപ്പോൾ ഒരു ബിലോ ആവറേജ് ബോളിംഗ് ചെയ്തപ്പോൾ അവർ പ്രധാനമായിട്ടും അവർക്ക് ആശ്രയിക്കാനുള്ളത് ഇഷാൻ മലിംഗ്, ഹർഷൽ പട്ടേൽ. 2 പേർക്കും കൊണ്ട് 4.4 ഓവറിൽ 79 റൺസ്. അവിടെ തന്നെ കളി കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നെ ഇപ്പോൾ ദേവദത്ത് പടിക്കൽ പോയി. അതിനുശേഷം പട്ടിഡാർ വന്നു. പട്ടിഡാറും മോശമല്ല, 12 ബോൾ 31 റൺസ്. പട്ടിഡാറും തന്റെ മികവ് ഗംഭീരമാക്കി. 3 6 2 4. പിന്നെ ജിതേഷ് ശർമ്മ ഗോൾഡ് ഉണ്ടാക്കി മടങ്ങി. ടിം ഡേവിഡ് കോഹ്ലിക്ക് ഒരു കൂട്ട് കൊടുത്തു. 10 പന്തിൽ 16 റൺസ്. അപ്പോൾ SRHന് ഇപ്പോൾ പാറ്റ് കമ്മിൻസ് വരുന്നത് വരെ അവർക്കൊരു പ്രയാസമാണ് ബൗളിങ്ങിൽ. ഇതിനെന്ത് പരിഹാരമാക്കുമെന്ന് കണ്ടറിയണം. ശരിക്കും പറഞ്ഞാൽ RCB ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിച്ചു. കൂടുതൽ വീഡിയോസിനോട് വീണ്ടും എത്തും.